മുന്നത്തെ പോലെയൊന്നുമല്ല. ഒരു സ്ഥലത്തേക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണി തന്നെയാണ്. അങ്ങനെ കെട്ടും പാണ്ടും ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ റോസിൻ്റെ അങ്ങോട്ടാണ് പോകണം കേട്ടോ. വിഷ്ണു ഒന്ന് വർക്കിംഗ് ആണ്. പക്ഷെ വിഷ്ണു എന്നെ യുവിനെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്ത് ഇവനെയും കൊണ്ട് പോകുമ്പോൾ ബാക്കിൽ നിന്ന് എങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും പാനിക്കും ഒക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു നമ്മൾ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് റോസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കാര്യം എന്താണെന്നുള്ളത് ഞാൻ കാറിൻ്റെ അകത്ത് കയറിയിട്ട് പറയാം. യുവിക്ക് ഉണ്ടോ, കാറ് കയറിയിട്ട് വണ്ടി എടുത്തില്ലെങ്കിൽ വെപ്രാളമാണ്. ഇനി വണ്ടി എടുത്താലാണ് ഈ ഞെരിപിരി ഉള്ളൽ നിർത്തുള്ളൂ. എടുത്തോ. കണ്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കാറ് കയറി അപ്പം തന്നെ ഒന്ന് കാർന്ന് ഇറങ്ങേണ്ടി വന്നു. ഇവന്റെ 1-2 സാധനങ്ങൾ എടുക്കാൻ മറന്നു കേട്ടോ. ഇതിപ്പോ ഒരു ശീലമാണ്, കയറലും ഇറങ്ങലും തിരിച്ചു പോക്കും പിന്നെയും വരവും ഒക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ റോസിന്റെ വീട്ടിലോട്ടാണ് പോണത്. ഞാനും റോസും ഇടയ്ക്ക് നമുക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് സമയം കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ കമ്പനി ഇഷ്ടമാണ്. അപ്പോൾ ഒന്നെങ്കിൽ കുക്കിങ്ങോ അല്ലെങ്കിൽ പുറത്ത് ചെറിയ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ദിവസം വല്ലപ്പോഴും മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലൊക്കെ നമുക്കൊരു സമയം നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്, അല്ലെങ്കിൽ ഇന്നലെ ചോറ്റുപാത്രം നമ്മൾ ഉണ്ടാക്കിയത്, അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേര് കമന്റ്സ് അയച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വിഷ്ണു, എനക്കഥ കൊണ്ടുപോകാൻ പറ്റുമോ? ചേച്ചി ബാക്കിലിരുന്ന് വീഡിയോ എടുക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ലഞ്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് റോസിന്റെ അങ്ങോട്ട്. നമ്മുടെ ഒരു സമയം അങ്ങനെ. ഇന്നത്തെ മെനു എന്താണെന്നറിയോ വിഷ്ണു? ഉണക്ക ചെമ്മീൻ ചോറ്. റോസ് മുന്നേ എപ്പോഴോ കഴിച്ചതാ അത്ര. പിന്നെ ഒരു പച്ച മാരിനേഷൻ വരുന്ന ഒരു മത്തി, പിന്നെ മുളക് പപ്പടം. ഇത് 3ആണ് നമ്മുടെ ഇന്നത്തെ മെനു. റോസ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഗവേഷിച്ച് എന്ത് കുക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ക്രിയേറ്റീവ് ആവും. ആ ക്രിയേറ്റിവിറ്റി ഇന്നും കാണിച്ചിട്ടുണ്ട്. എനിക്ക് മുന്നേ കഴിച്ച ഫുഡൊന്നും അത്ര ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്നാമത് അത്ര വലിയ ഫുഡി അല്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൺഡേസ് റോസ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ സ്റ്റീവിന് സ്കൂളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോസിന്റെ ഒരു ഫ്രീ ഡേ ആണ് മൺഡേ. അപ്പൊ ഇന്ന് ഞാനും യുവിയും കൂടെ ആ ഫ്രീ ഡേ തകർക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരോട് എത്തിയിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇനി പാക്ക് ചെയ്ത സംഗതികളെല്ലാം ഇവിടെ അൺലോഡ് ചെയ്യട്ടെ. ഇവന്റെ പ്ലേമാറ്റ്, പിന്നെ എന്തൊക്കെയാണ്, ഡയപ്പർ ബാഗ്, അതിലെല്ലാ സാധനങ്ങളും വെച്ചില്ലേ നോക്കൽ ക്ഷീണിച്ചു ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോക്ക്. റോസ് ഇവിടെ ഓട്ടം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. വെൽക്കം ഹോം. താങ്ക് യു. എന്താണ് സുന്ദരി കുളിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ? കൊച്ചിനെ കൊണ്ടുവരാന്ന് വെച്ചു. തിരിച്ചു പോട്ടെ കൊച്ച്. ഇവനെ പ്ലേ മാറ്റിൽ എടുത്ത് കിടത്താല്ലേ? അല്ല, ആ കോർണറിൽ കിടത്താം. ഉറങ്ങിയപ്പോ ഇവരുണ്ടായിരുന്നില്ലല്ലോ. എണീറ്റപ്പോ ഇത് ഇവിടുത്തെ വന്നു. ഇന്ന് ഇവിടെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെയാണ്. വഴക്കുണ്ടാക്കാൻ ചേട്ടനില്ല. ബൈ ബൈ, വൈകുന്നേരം കാണാം. ഡയപ്പർ മാറ്റായിരിക്കും. പിന്നെ റോസിന്റെ ഫോൾ സീസൺ ഡെക്കറേഷൻ ഒന്ന് ക്യുക്കായിട്ട് കാണിക്കാം കേട്ടോ. കയറി വരുന്ന സ്ഥലത്ത് നല്ല അടിപൊളി കാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. കാൻഡിലിന്റെ മുകളിൽ കണ്ടോ പ്രിന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഓട്ടം വൈബിൽ വരുന്ന കുറച്ച് പ്രിന്റ്സ്. ഇതിനെന്തോ നീ നിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എന്തോ ഫ്രഞ്ച് പ്രിന്റഡ് കാൻഡിൽസ് അങ്ങനെ എന്തോ. പിന്നെ ഇവിടെ കണ്ടോ, ദിസ് ഇസ് അസ്, വിനീത് റോസ് സ്റ്റീവ്. ഇത് നാട്ടിൽ നിന്ന് എൻഗ്രേവ് ചെയ്ത് കൊണ്ടാണ് റോസ്. ഇതിന്റെ റോസ് ആരാ ചെയ്തത്? ഇത് ക്ലൗഡിയ ഇൻസൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ചെയ്തതാണ്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പിന്നെ എമ്മി ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോപ്പിംഗ് ബോർഡ് പോലെയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞത് അല്ലാതെ അതിന്റെ ബാക്കിൽ അവര് സർപ്രൈസ് ആയിട്ട് വെച്ചതാണോ? ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ടേബിളിന്റെ മുകളിൽ ഇത്തവണ ഞാനും റോസും വാങ്ങിയ ഫോൾ സീസൺ ഡെക്കറേഷൻസ് കുറെ സെയിം ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോയിൽ കാണിച്ചില്ലേ, അന്നേരത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പില്ലോസ് വരെ, ഈ മറ്റേ കുഷ്യൻ കവേഴ്സ് വരെ കുറെയൊക്കെ സെയിം ആണ്. പിന്നെ ഇവിടെ റോസിന്റെ കുട്ടി കുഞ്ഞു ഡെക്കറേഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടോ കാണാൻ? ഈ സെയിം വാസ് തന്നെ എന്റെ അടുത്തും. അതെ, പക്ഷെ ഇത് എന്റെ ഇല്ല. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇത് പ്രൈമാർക്കോ? ഇതാണ് നേരത്തെ പറഞ്ഞ ഷോപ്പിംഗ് ബോർഡ്. ഹാപ്പിനെസ് ഇസ് ഹോം മെയ്ഡ്, എമ്മി ഗ്രിൽസ്. എവര് പോയി എന്റെ മുഖത്തൊക്കെ വർത്താനം പറയാൻ നോക്കണോക്ക്. അമ്മമ്മ വില്ലിച്ചൻ എവിടെയാ പോണ്ടേ?
2 weeks കഴിഞ്ഞ് പോവാലോ. 2 weeks കഴിഞ്ഞ് പോവാലോ. ഹായ്. റോസിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ വീക്ക് ഡേയ്സോ വർക്കിംഗ് ഡേയ്സോ നമ്മൾ 1-2 ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ കൂടി എന്തെങ്കിലുമൊക്കെ വർത്താനം പറയേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഒരിക്കലും നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കാര്യമായിരുന്നില്ല കേട്ടോ. നമ്മളധികം ഫുഡ് ഓർഡർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യും. പക്ഷേ റോസിനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് കുക്ക് ചെയ്തും കൊണ്ട് ഒരു ഡേ നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് കുറച്ചധികം കാലത്തെ കഥ പറയാനുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു 3 മാസമൊക്കെ നമ്മളധികം ഫോൺ കോൺവെർസേഷൻ ആയിരുന്നു. കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാടിരുന്ന് വർത്താനം പറയാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നല്ലൊരു തുടക്കമായിരുന്നു. തുടക്കത്തിൽ ഒരു 1/2-3/4 മണിക്കൂറോളം നമ്മൾ നിർത്താതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല കാര്യങ്ങൾ. ഇത് യുവിക്ക് പിച്ചോ. റോസിന് എപ്പോൾ കാണുമ്പോഴും റോസ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഈച്ച് ടൈം ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിച്ചോ വേണ്ടേ വേണ്ടേ രസമുണ്ട് അത്. ഇതാ എന്തൊക്കെ നോക്ക്. നോക്കടാ, ഇതെന്താറിയോ, ഇതെന്താറിയോ, ഇത് കൊള്ളാലോ. ഇവ താങ്ക് യു പറഞ്ഞോ, താങ്ക് യു റോസ് മോൾ എന്ന് പറഞ്ഞോ, താങ്ക് യു റോസ് മോൾ. രസം കേട്ടോ, അത് പിടിക്കുന്നുണ്ട്, പിടിപ്പിച്ചതാണ് ഞാൻ. നമ്മുടെ എന്താ മെനു ഞാൻ പറഞ്ഞെങ്കിലും റോസ് ആ ഒരു ഫീലോട് കൂടെ ഒന്നും കൂടെ പറയും എന്താണ് നമ്മുടെ മെനു എന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉണക്ക ചെമ്മീൻ പൊടിച്ചോറ്. അത് അതിന്റെ ഇത് പറയണോ? ആ പറയൂ. അത് ഈ എറണാകുളം കാക്കനാട് ഒരു പല്ലാരം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള. അപ്പൊ അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലോർമ്മ പെട്ടെന്ന് അത് മനസ്സിൽ വന്നു. അപ്പൊ അത് ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടി ചോറ്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് വലിയ ധാരണയില്ല, പക്ഷെ നമ്മളൊരു ധാരണയിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണം, ചെയ്യാൻ പോവാ. പിന്നെ മറ്റേ അല്ല, അപ്പൊ അതിന് എന്താ അരിയ നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ മട്ട അരിയ. ഓക്കെ. പിന്നെ എന്താ വൈറൽ മത്തി ഫ്രൈ. ഇപ്പൊ ഇൻസ്റ്റയില് കൊറേ വീഡിയോ കാണുന്നില്ലേ വൈറൽ ഫിഷ് ഫ്രൈയുടെ. അപ്പൊ അത് നമ്മള് മത്തി വെച്ചിട്ട്. റോസിന് ലിഡിൽ നിന്ന് ഫ്രോസൺ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. തട്ടിയൻ മത്തി, നമ്മുടെ എന്താ പറയാ നെയ്മത്തി എന്നൊക്കെ പറയില്ലേ, അതേപോലെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രോസൺ മത്തി? ഇത് ക്ലീൻ ചെയ്തപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കഴിക്കുമ്പോ അറിയാം ടേസ്റ്റ് എങ്ങനെയാ, ഫ്രഷ് ആണെന്നൊക്കെ. പിന്നെ നമ്മുടെ മുളക് പപ്പടം അതാണ്. പിന്നെ ഒരു അച്ചാറ് അല്ലാണ്ട് മുഴുവനാവുള്ളൂ. ചമ്മന്തി വേണ്ട, ചമ്മന്തി ഓൾറെഡി ചോറിലില്ലേ, അതിന്റെ ഒപ്പം ഒരു ചമ്മന്തി പിന്നെ എഫക്റ്റീവ് ആവോ? മാങ്ങ ചമ്മന്തി അല്ല, മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും. നാരങ്ങാച്ചാറിലെ ഒരു ആഡിത്യം. ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് അച്ചാറിന്. നാട്ടിൽ പോയി വന്നാലോ ഇപ്പോ. അപ്പൊ ഞാൻ എന്റെ വഴി തുടങ്ങട്ടെ. ഞാനിവിടെ ഉള്ളി നന്നാക്കി. എന്റെ ടാസ്ക് നമ്പർ 1 ഉള്ളി നന്നാക്കലാണ്. റോസ് ചെമ്മീൻ വറക്കാൻ വേണ്ടി പോവാണ്. യുവി ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3 പേരും അവരുടെ പണിയിൽ തിരക്കിലാണ്. ഞാൻ മുഴുവൻ ഉള്ളി നന്നാക്കിയത് എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടായിരിക്കും. കാരണം ഉള്ളി പകുതി നന്നാക്കുമ്പോഴൊക്കെ യുവീനെ ഞാൻ ഉറക്കാൻ വേണ്ടി കിടത്തിയതാണ്. അവൻ എണീക്കും, കരയും. അപ്പോൾ ഈ കാണുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകി അവൻ അറ്റൻഡ് ചെയ്യലായിരുന്നു എൻ്റെ പണി. അങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കുന്ന ഒരു ശീലം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അധികം നമ്മൾ ചെയ്യാറ് സ്വാഡിൽ ചെയ്യും, പിന്നെ പാസിഫയർ യൂസ് ചെയ്യും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലൈറ്റ് മ്യൂസിക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടാവൻ തന്നെ സ്വയം കിടന്ന് ഉറങ്ങാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അവൻ ഇടയിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ചെറിയ ചിണുങ്ങലും കരയിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പോയി ഒന്നും കൂടിയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വീണ്ടും കിടത്തും. നമ്മൾ മെയിൻലി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പാസിഫയർ ഉപയോഗിക്കാറ്. ഒരു ഓവർ ഡിപ്പെൻഡൻസി പാസിഫയറിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും ചില സിറ്റുവേഷനിൽ പാസിഫയർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പാസിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെന്റൽ ഇഷ്യൂസ് വരില്ലേ എന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള പിള്ളേർ അധികം പേരും പാസിഫയർ ഉപയോഗിച്ച ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും കണ്ടിട്ടില്ല. അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പാസിഫയറിൽ ഒരു ഓവർ ഡിപ്പെൻഡൻസി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയൊക്കെയാണ് നമ്മളത് കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ സ്വീറ്റ്നറുള്ള പാസിഫയർ ഉപയോഗിക്കാതിരിക്കുക, കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ള പാസിഫയർ ഉപയോഗിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറ്. റോസ് ഇപ്പോ റോസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലഞ്ച് ബോക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? മറ്റേ എന്താണ് കുറുക്കൻ പോലെ ഇരിക്കുന്ന കുറുക്കൻ ഇഡ്ലി. ഇപ്പൊ എനിക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ അറ്റൻഷൻ പേര് സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന പേരൻസിന് നല്ലതായിരിക്കും. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സാധനം അധികം പണിയെടുക്കാറ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇഡ്ലി കൊടുക്കുമ്പോ ഇത് ഒരു ഇതുണ്ടാവില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോ സ്റ്റീവിന് അല്ലെങ്കിൽ സ്റ്റീവിന് ഈ ഇഡ്ലി ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. നാട്ടിൽ നിന്ന് കൊടുന്ന തലയില്ലാത്ത നേരെയൊക്കെ പ്രോൺസ് ആണ് അല്ലേ? ജസ്റ്റ് കഴുകി എന്നിട്ട് കുറച്ച് മറ്റേ ഉപ്പും മുളക് പൊടി എന്തെങ്കിലും ഒക്കെ ഇടണോ?
വേണ്ട. ഇത് എന്നിട്ട് നമ്മൾ മറ്റേ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടതിലേക്ക് ആഡ് ചെയ്യാൻ പോയി. ഓക്കെ, നമ്മുടെ തേങ്ങയും ചേർത്ത് നമ്മൾ സാധാ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ചെടുത്ത് നല്ലോണം വറുത്തെടുക്കും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് യുവി തന്നെ സ്വയം പ്രയത്നിച്ച് അവൻ ദേ ഉറങ്ങിയിട്ടോ. ഞാൻ എടുത്തു കൊണ്ടുവന്ന് മുകളിലെ റൂമിൽ കിടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഉണക്കച്ചെമ്മീൻ്റെ മണമൊന്നും വല്ലാതെ അടിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഇനി ഉറക്കാൻ പോയ ഗ്യാപ്പിൽ ഇവൾ ചമ്മന്തിക്ക് വേണ്ട പകുതി സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കുമോ പ്ലീസ്? ആദ്യം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തു ചെമ്മീൻ. പിന്നെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തു വെറുതെ. പിന്നെ എണ്ണയില് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, തേങ്ങ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇച്ചിരി മുളക് പൊടി തന്നെ ഇട്ടു കളറിന്. പിന്നെ വാളംപുളി കുറച്ചിട്ടു. ഇത് ഇനി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോ നമ്മുടെ ഈ ചെമ്മീനും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കും. അപ്പൊ ചെമ്മീൻ പൊടിയായി. ഇന്നത്തെ സ്പെഷ്യൽ പപ്പടമാണ്. എന്താണെന്നറിയോ, ഇത് വറുത്തില്ലെങ്കിലും വറുത്താലും കിടലും ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ മലപ്പുറം പപ്പടമാണ്. മലപ്പുറം വീനസ് പപ്പടം. മലപ്പുറം കണ്ടപ്പോ പപ്പടത്തിനോട് ഒരു സ്നേഹക്കൂടുതൽ. റോസ് ഒളിഞ്ഞു നോക്കുന്ന എന്റെ വീഡിയോയില്. എന്താണ് ഒളിഞ്ഞു നോട്ടം? ഞാൻ ലൈറ്റിംഗ് നോക്കിയതാ. എനിക്ക് പുതിയ സ്ഥലം കണ്ടുപിടിച്ചെന്ന് വെച്ചു. റോസിന്റെ അടുക്കളയിൽ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം ഞാൻ ട്രെയിനിങ് കൊടുത്തോണ്ട്. ട്രെയിനിങ് ശരിക്കും പറഞ്ഞു. അതെന്റെ ട്രെയിനിങ് സെഷനാണ്. ഇതുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പപ്പട ചമ്മന്തിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മുളക് പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികം കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ദീമേമ ഇല്ലേ, അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തി, മേമ വെജിറ്റേറിയൻ ആണ്. മേമ ഒരു ബോൺ വെജിറ്റേറിയൻ ആണ്. മേമ ഒന്നും കഴിച്ചിട്ടില്ല വേറെ. എന്റെ വീട്ടിൽ കുറെ വെജിറ്റേറിയൻസ് ഉണ്ട് കേട്ടോ. എന്റെ അമ്മയുടെ 2 സിസ്റ്റേഴ്സും വെജിറ്റേറിയൻ ആണ്. അമ്മ വെജിറ്റേറിയൻ എന്നുള്ള വാക്ക് പോലും എടുപ്പിക്കാറില്ല. അമ്മ കിട്ടിയതല്ല, ഇങ്ങോട്ട് കടിക്കാതെ 2 കടി കിട്ടിയാലും കുഴപ്പമില്ല, അകത്തായ റോസിനെ പോലെ. പക്ഷെ വെല്ലച്ചൻ വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഡോക്ടേഴ്സ് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാൻ വേണ്ടി പറഞ്ഞ് ഇപ്പൊ എഗ്ഗും ഫിഷും ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടോപ്പിക് ഒന്ന് വല്ലാതെ വഴിമാറി സഞ്ചരിക്കുന്നു. നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ ഈ ഒരു പപ്പടത്തിലോട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പട ചമ്മന്തി എന്നാണ് കേട്ടോ എന്റെ വീട്ടിൽ പറഞ്ഞിരുന്നത്. ദീമയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു പപ്പട ചമ്മന്തി. പപ്പടം വറുത്ത് 2 രീതിയിൽ ഉണ്ടാക്കും. കുറച്ച് നേരം നമ്മൾ ഈ ഒരു ചമ്മന്തിയിൽ ഇട്ട് വെക്കുമ്പോൾ അത് കുറച്ച് സോഗി ആയിട്ട് വരുമല്ലോ. അത് നമുക്ക് ചോറിന്റെ ഒപ്പം നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കറുമുറ എന്നുള്ള ഫ്ലേവറിലും നമ്മൾ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്താൽ കിട്ടുമല്ലോ. 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് കുറച്ച് കറുമുറ ഉണ്ടാക്കാം. അതായിരിക്കും നമ്മുടെ ാക്കി നമ്മളിന്ന് പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോണേ. നമ്മൾ പപ്പടം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടിമാലിത്തെ വാളംപുളി ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ചമ്മന്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് പുളി കൂടി ഇടാം. എന്നിട്ടൊന്നും കഴിക്കട്ടെ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന വലിയ കുക്കൊക്കെ പറയുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലാണ് നമ്മുടെ ചെമ്മീൻ ചോറിന്റെ ഒരു കാര്യം ഇരിക്കുന്നത്. അതൊക്കറിയാം. ഞാൻ പക്ഷെ ഇത് യൂട്യൂബില് നോക്കിയിട്ട് ഈ ഉണക്ക ചെമ്മീൻ പൊടി ചോറൊന്നും ഞാൻ കണ്ടില്ല. ഓ, അതിപ്പോ നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിൽ. റോസിന്റെ ഉണക്ക ചെമ്മീൻ പൊടി ഞാൻ നോക്കിയിട്ട് ഞാൻ അതുപോലത്തെ റെസിപ്പി ഉണ്ടോന്ന് തപ്പിയിട്ട് എനിക്ക് കണ്ടില്ല. താങ്ക് യു റോസ് ഫോർ ദിസ്. നമ്മളിതില് ജസ്റ്റ് ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി മാത്രമായി പോകുമോ എന്നുള്ള എന്തൊരു ടെൻഷൻ കാരണം കുറച്ച് കമ്പനിക്ക് ഒരു 2-3 ഉണക്ക കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ നമ്മൾ കറിവേപ്പില ഉണക്കി കൊണ്ടുവരും. ഇത് ഡിഷ് വാഷറിൽ വെച്ചിട്ട് ലൂസായി പോയതാണ്. അപ്പൊ നമ്മൾ മിക്സിയുടെ ഇത് വെക്കുമ്പോൾ സൂക്ഷിക്കുക, ഡിഷ് വാഷറിൽ വെക്കുമ്പോൾ ലൂസ് ആവാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. എണ്ണ കൂടിയോ? രാവേസ്റ്റിലും വിളിച്ചത്. നമ്മുടെ പപ്പടം ഇവിടെ ഏകദേശം വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാണാൻ പപ്പടം വലിയ ലുക്കില്ലെങ്കിലും നല്ല കിടിലം പപ്പടമാണ്. നമ്മുടെ മലപ്പുറംകാരെ പോലെ. മലപ്പുറംകാരെ കാണാനും അടിപൊളിയാണ് കേട്ടോ. നല്ല നമുക്ക് ഷോ അല്ല, ഇങ്ങനെ വളരെ നല്ല സ്നേഹം അല്ല, ആർക്കും ഷോ ഇല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച നമ്മള് മലപ്പുറംകാര് പ്രത്യേകിച്ച് കുറച്ച് സ്നേഹം കൂടുതലുള്ള ആൾക്കാരാണെന്ന് പൊതുവെ എല്ലാരും ഇങ്ങനെ പറയും. എന്താണ് റോസിന്റെ അഭിപ്രായം? റോസിന് എത്ര മലപ്പുറംകാരി? അതെങ്ങനെയുണ്ട് മലപ്പുറംകാരി? ചെറിയ ഉള്ളി ഇല്ലേ, അത് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് ആ ഒരു ഉള്ളിയുടെ കണ്ണിൽ കുത്തുന്ന മണം ഉണ്ടല്ലോ, അതൊന്ന് പോകുന്ന വരെ ഒന്ന് വയറ്റിയെടുക്കുക. എടാ കുറച്ചും കൂടെ ഉള്ളി വേണോ? ഇത് മതി. മതിയോ? മറ്റേ ഇത് ഇടൂല അല്ലേ, വറ്റൽ മുളക്. റോസിന്റെ പാട്ടൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ചിലപ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ ഇട്ടായിരിക്കും പാട്ട് കാരണം.
എന്താണ് റോസ്. നമ്മളിനി ഇതിലോട്ട് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് നമുക്ക് എനിക്ക് തോന്നണു മുളക് പൊടി ഇടാം. അതോ മുളക് പൊടി നേരിട്ട് പപ്പടത്തിലോട്ട് ഇടായിരിക്കും നല്ലത്, അത് കളർ വരാൻ? ഇത് ലാസ്റ്റ് എടുക്കണതിന് മുന്നേ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടും ഇത് ചെയ്യാം, ഓഫ് ചെയ്താൽ മതി. ഓക്കെ, കറിവേപ്പില ഇട്ടു നമ്മൾ, അത്രയേ ഉള്ളൂ. റോസിന്റെ വൈറൽ മത്തിയാണ് ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോണേ അല്ലേ? അതിന്റെ റെസിപ്പി റോസ് പറഞ്ഞു തരും. അതിന്റെ റെസിപ്പി മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു റീൽ 10,000 തവണ അവിടെ കണ്ട് എനിക്ക് ബൈഹാർട്ടായിട്ട് ഈ റെസിപ്പി. റോസ് സ്പൈസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്, വെരി നീറ്റ്. നമ്മുടെ വൈറൽ മത്തിക്ക് വേണ്ട സാധനങ്ങളാണോ? ഓണാക്കുന്നില്ല, അതിന് മുന്നേ മഞ്ഞൾപ്പൊടി. ചൂടാക്കിണ്ടോ പാത്രം? ഇല്ല, ചൂടാക്കില്ല. ഫസ്റ്റ് ഇത് ഇടും, ഇട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കും. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഓണാക്കിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക വെളിച്ചെണ്ണയിൽ. അപ്പൊ ഓണാക്കാതെ എന്തിനാ നമ്മൾ ഇതിലിടിച്ച് വയറ്റുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. ഞാൻ കണ്ട വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോയിലും ഇങ്ങനെയായിരുന്നു. ചില്ലി പപ്പടം, ഇവിടെ വൈറൽ മത്തി, ഇവിടെ വൈറൽ മത്തി, ഇവിടെ ചില്ലി പപ്പടം, ഇവിടെ ചില്ലി പപ്പടം, അവിടെ വൈറൽ മത്തി. അപ്പൊ നമ്മൾ ആ പപ്പടം നല്ലോണം മൊരിഞ്ഞു വന്ന നമ്മുടെ ഉള്ളിയിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് പൊട്ടാതെ വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ, അതിലാണ് അതിന്റെ ഒരു ഹര ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിട്ടോ. ഞാൻ ഓഫാക്കി. ഇത് ശരിക്ക് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കില്ലേ, അപ്പൊ ഇതിലെ മോയിസ്റ്റ് ഫുൾ ഇറങ്ങി പപ്പടം വേറൊരു ടേസ്റ്റിലോട്ട് മാറും. ഇത് ഇങ്ങനെ എടുക്കാം, അങ്ങനെയും നല്ലതാ. റോസ് സ്റ്റീവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. ഒരു 10 മിനിറ്റ് വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സംഗതികളും റെഡിയായി. ഞാൻ മീൻ വറുത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുബി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ റോസ് വന്നിട്ട് വർത്താൻ മതി എന്നാണ്. റോസിന് കാണുന്നത്ര മീൻ കിടന്ന് മുരിയുന്നത്. അപ്പോൾ റോസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ മീൻ വറക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ സംഗതിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഹേയ് സ്റ്റീവ്, ഹലോ, ഗുഡ് ആയിരുന്നോ സ്കൂളിൽ നിന്ന്? ഇവനെ പിക്ക് ചെയ്യാൻ പോയിട്ട് റോസ് അങ്ങോട്ട് ക്ഷീണിച്ചു. ഞാൻ ആ ഗ്രൗണ്ട് മൊത്തം ഓടി. ഇടയ്ക്കൊരു ഓട്ടം നല്ലതാ. ഒരിക്കലും ഇല്ലാത്ത പോലെ അവന് ഇന്ന് കളിച്ചിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി, പിന്നെ നമ്മള് എണ്ണയില് പൊടികളൊക്കെ ഇട്ടല്ലോ, എന്നിട്ട് ചെറിയ ഉള്ളിയും ഗാർലിക്കും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മള് നന്നായിട്ട് അത് വഴറ്റി മൂപ്പിച്ചു. ഇനി നമ്മള് പുളിവെള്ളം ഒഴിക്കാൻ പോവാം. പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൽ മത്തിയിട്ട് വറുത്തെടുക്കും. അത്രേ ഉള്ളൂ. പൊളിക്കും. യുബി ഇടയിൽ 1-2 തവണ എണീറ്റ് പാല് കുടിച്ച് വീണ്ടും ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഉച്ചവരെ ഏകദേശം അവൻ ഇങ്ങനെ ഓണായി, പിന്നെ ഉറങ്ങി, അങ്ങനെ പോയിക്കോളും. ഉച്ചയ്ക്ക് ശേഷമാണ് യുവിയുടെ ശരിക്കുള്ള പ്ലേ ടൈം. പുളിവെള്ളം ഒഴിച്ചു. ഇനി എന്നാണ് എനിക്ക് മത്തി ഒന്ന് എത്തുക? ഞാൻ കുറെ നേരമായി മത്തി എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ലിഡിലിന് വരുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രോസൺ ആയിട്ട് വാങ്ങിയ മത്തിയാണ് കേട്ടോ. ലിഡിലില് പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടില്ല അല്ലേ? ഇന്നാളൊരിക്കൽ നമുക്ക് കല്ലുമ്മക്കായും കിട്ടിയായിരുന്നു ഒരു തവണ അല്ലേ? നേരെ ഈ മത്തി ഇതിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. നിരത്തി അങ്ങോട്ട് വെക്കുക. ഒരു തടിയൻ തന്നെ അവൻ. നല്ല തടിയുണ്ട്. മത്തി. ഇത് നമ്മുടെ ചെമ്മീൻ പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ചിട്ടു. ഇനി ബാക്കി നമ്മുടെ മട്ട റൈസ് തന്നെയാണ്. അത് നമ്മൾ അതിലോട്ട് ഇടുന്നു, ഇളക്കുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീൻ ചോറ് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇത് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, അത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചൂട് ഇത് കാണാൻ നല്ല ലുക്കായുണ്ട് കേട്ടോ. ഇത് റോസിന്റെ അടുത്തുള്ള കരോട്ടയുടെ പാത്രമാണ്. ഇതേ സെയിം അല്ല, ഇതിന്റെ നമുക്ക് ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ എങ്ങനെയുണ്ട് എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ലുക്കാണ്, ഒരു സംശയവും ഇല്ല. ഭയങ്കര അടിപൊളിയാണ് കാണാൻ. പക്ഷെ നമ്മൾ പർപ്പസിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ എടുക്കാനും കാണാനുള്ള ഇതിന് ഓക്കെ, പക്ഷെ അല്ലാതെ ഇങ്ങനെ പൊരിച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ കട്ടിയും കുറച്ച് കുറവല്ലേ, പെട്ടെന്ന് കരിയുന്ന പോലെ. പക്ഷെ ചില കുക്കിങ്ങിന് ഓക്കെയാണ്, ചിലതിന് അത്ര ഓക്കെ അല്ല. ഇതുപോലെ ഫ്രൈ ചെയ്യാനൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനൊക്കെ നല്ലതാണ്. അല്ലാതെ ഭയങ്കര അടിപൊളി അങ്ങനെ പറയാൻ മാത്രമല്ല കേട്ടോ. ഈ നമ്മുടെ മത്തിന്ന് നെയ്യ് വരുന്നുണ്ട് കേട്ടോ. നാട്ടിലെ നെയ്ച്ചാള നെയ്മത്തി എന്നൊക്കെ പറയില്ല, അതാണ് തോന്നുന്നു. റോസ് പറയാ തടയൻ മത്തി എന്ന് പറയുന്നോണ്ട് നിങ്ങൾ ആരും ബോഡി ഷേമിങ് ചെയ്യണം മത്തിനെന്ന് വിചാരിക്കരുത്. ചബ്ബി മത്തി. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. പൊടി ബാക്കിയുള്ളത് ഇട്ടാ അങ്ങോട്ട്.
വിഷ്ണു ഉണ്ടാകുമ്പോൾ ഞാനൊന്നും അറിയാനേ ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ എനിക്കതിനൊരു സമാധാനമില്ല. ഞാൻ ഒരു 2 മിനിറ്റിൽ 3 തവണയാണ് മുകളിൽ പോയിട്ട് അവന് ഉറങ്ങുകയാണോ എണീക്കുകയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഉണ്ടാകുമ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിഷ്ണു കേരട്ടായി ആയിട്ട് വിഷ്ണു എന്നെ ഫുൾ ടൈം നോക്കിക്കോളും. മുരിഞ്ഞു 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 ഉഷാറായിട്ടുണ്ട്. എന്തുണ്ടാക്കിയാലും നമ്മള് നന്നായിട്ട് പ്ലേറ്റ് ചെയ്യണം. എന്നാലും ആ ഫുഡിനൊരു എന്താ പറയാ ടേസ്റ്റ് കൂടുതൽ വരുള്ളൂ. ഒരു പ്രത്യേക ഒരു ആൾക്കാർ കഴിക്കുമ്പോ ഒരു കൂടുതലൊരു രുചി തോന്നും അല്ലേ? റോസ്, ഇത് നമ്മുടെ മത്തിയുടെ ഇതാണ്. നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഗംഭീരല്ലേ? അച്ചാർ വിളമ്പത്തെ പാത്രമാണ്. ഇതൊക്കെ ഇവള് എവിടുന്ന് കണ്ടുപിടിക്കും? ഇതൊരു കഴിവ് തന്നെയാട്ടെ. ഇത് എവിടുന്ന് കണ്ടുപിടിക്കുന്ന അറിയോ? ക്രിംഗ്ലൂപ്പ് അല്ലേ? നമുക്ക് ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉണ്ട്. അവിടെ പോയിട്ട് എനിക്ക് ഇന്നേ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഞാൻ കുറെ തവണ പോയി നോക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കി എടുക്കുക എന്നുള്ളൊരു കഴിവാണ് കേട്ടോ. അപ്പൊ അത് റോസ് ഇങ്ങനത്തെ കുറെ നല്ല സാധനങ്ങൾ നോക്കി ഇവിടെ നിന്ന് എടുക്കാം. നമ്മളിവിടെ ഉണക്ക ചെമ്മീൻ ചോറും മത്തി ഫ്രൈഡിയും ഒക്കെ ടേസ്റ്റ് പറയുമ്പോ സ്റ്റീവന് നമ്മുടെ ഡച്ച് ഫുഡാണ് താല്പര്യം. മറ്റേ ഫിലാഡൽഫിയുടെ ചീസാണോ അത്? എന്താ ഇത് ശരിക്കുള്ള പേരാ ബ്രാൻഡിന്റെ? ഫിലാഡൽഫിയ അല്ല, എന്താ എനിക്കറിയില്ല. ഞാൻ ചുമ്മാ BHI വായിക്കുമ്പോ ഫിലാഡൽഫിയ എന്ന് പറയുന്നത്. ക്രീം ചീസും ബ്രെഡും നമ്മുടെ ഡച്ചിന്റെ ദേശീയ ഭക്ഷണം. കിഡ്ഫില്ലേ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ വെക്കാം. എന്നാ കുശാലായി. ഇതൊക്കെയാണോ സ്റ്റീവ് നിന്റെ ക്രേവിങ്സ്? ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ബേബി ക്യാം എടുക്കാൻ മറന്നു കേട്ടോ. ഇവിടെ താഴെ ബെഡ്റൂം ഇല്ലാത്തത് കാരണം ഇവന് കുറച്ച് നന്നായിട്ട് ശബ്ദമൊന്നും കേൾക്കാതെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ബേബി ക്യാം ഇല്ലാത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോയി ചെക്ക് ചെയ്ത് ഞാൻ മിനിമം ഒരു 25-30 തവണ ഈ ഒരു സ്റ്റേഴ്സ് കയറിയിട്ടുണ്ടായിരിക്കുന്നത്. നമ്മുടെ ക്ലീനിങ്ങും കൂടെ ഏകദേശം നമ്മളൊപ്പം കഴിച്ചു. ഇനി ബാക്കിൽ വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്ത് നല്ലോണം അമർത്തി ചോറ് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വെള്ള പ്ലേറ്റിലോട്ട് മാറ്റും. ഇത് കുറച്ച് ഓവറായിരിക്കുമോ? ഇതിവിടെ ആരും കഴിക്കില്ല കേട്ടോ. കാരണം നമ്മളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭക്ഷണം താല്പര്യം അത് ഷെറീറിനും പ്രതു അൻഷിഫ അത് കഴിഞ്ഞിട്ട് അല്ലേ? അത്രയുള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ ബിനിയും വിഷ്ണു ഒന്നും ഈ ഒരു കാറ്റഗറി അല്ല. അപ്പൊ ഇത് കുറച്ച് ഓവറായിരിക്കും. അങ്ങനെ ചെറുപ്പത്തിൽ മണ്ണപ്പം ചുട്ട് കളിച്ചത് ഓർമ്മ. എന്താ ലുക്ക് കാണാൻ? 2 ആവാം. 2 എന്തായാലും വേണം. പിന്നെ നമുക്ക് വേണമെന്നുള്ളത് തീരുമാനിക്കാം. ആ കളറൊക്കെ പിടിച്ചങ്ങോട്ട് കിടക്കുന്നുണ്ടോ? പപ്പടം കൂടെ. നീ ലൈറ്റിന്റെ അടിയിൽ നിൽക്കുകൊണ്ടേ തിളങ്ങി നിൽക്കുക. ഓ നമ്മുടെ ചില്ലി പപ്പടം. നാരങ്ങാച്ചാറിന് ഇതിൽ പെർഫെക്റ്റ്. വേണമെങ്കിൽ കുറച്ച് കേട് ആവായിരുന്നു അല്ലേ? കേടിച്ച് ബുദ്ധിമുട്ടാ. അങ്ങനെ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. സിമ്പിൾ അല്ലേ? അതെ, വെരി സിമ്പിൾ. എന്താ നിന്റെ മുഖത്ത് എക്സൈറ്റ്മെന്റ്? പൊട്ടിക്കട്ടെ? പൊട്ടിക്കാൻ അങ്ങോട്ട്. കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. അടിപൊളിയുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. കേട്ടോ ആണോ? നാരങ്ങച്ചാറ് കൂട്ടി കഴിക്കുമ്പോ എങ്ങനെയുണ്ട്? തോന്നുന്നു നാരങ്ങച്ചാറ് തന്നെയാ മാച്ചിങ്. ഈ മത്തി ആ ഗ്രേവി കൂട്ടിയിട്ട് പൊളിയാ. ആണോ? നല്ല ഉള്ളിക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടോ? നല്ല പുളി. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഉള്ളിക്ക് നല്ലോണം പിടിക്കില്ലേന്ന്. കാരണം നമ്മള് മാരിനേറ്റ് ചെയ്യുമ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നല്ല രസമുണ്ട് ആ ഗ്രേവി ഇട്ടല്ലോ. ഇത് കൂട്ടിയിട്ട് പപ്പടം കൂട്ടി കഴിച്ചോട്ടെ. കൊതി വന്നിട്ടേ. ഗംഭീരായിരിക്കണോ? ഭയങ്കര ടേസ്റ്റാ. ആണോ? എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ. റോസ് മുന്നേ എപ്പോഴോ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഓർമ്മയിൽ നിന്ന് എടുത്ത ഒരു ഏടാണ് അല്ലേ? ഓ ഞാൻ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. എനിക്ക് കൊതിയ വന്നു. ഞാൻ അത് മിക്കവാറും പൊട്ടിക്കുമ്പോഴേക്കും യുവി കരയുന്നത് കേട്ടോ. സത്യം പറയാതെ ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെച്ചാൽ നമ്മൾ ചമ്മന്തി ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കുമ്പോൾ ആണല്ലോ ടേസ്റ്റ് കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കുന്നതിനൊക്കെ. പക്ഷെ ഇത് രക്ഷയില്ല അല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? ഇങ്ങനെ
ഇത് ശരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ കണ്ട ചോറ് പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോൾ എനിക്ക് തോന്നുന്നു ചെമ്മീൻ ഇല്ലെങ്കിലും തേങ്ങയുടെ ഒക്കെ ഒപ്പം നല്ല തന്നെ ആയിരിക്കും. പുളിയൊക്കെ വെച്ചതായാലും ഓക്കെ. മറ്റേ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്കല്ലേ. ആ പുളിയും പിന്നെ ആ ചെമ്മീന്റെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കണം. അപ്പോഴതിന്റെ ടേസ്റ്റ് കഴിച്ചിട്ടും മതിയാവുള്ളൂ. അതെ, നമ്മൾ പ്ലേറ്റ് കാലിയാക്കി ഞാൻ വെടിച്ചൊക്കെ വെച്ചേക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു കോമ്പിനേഷൻ. അതെ, നമ്മളിനി ചോറും മത്തിയും പാക്ക് ചെയ്തിട്ട് ഷെറീറിനും പ്രദൂനും കൊടുത്തയക്കാന്ന് വിചാരിക്കുകയാണ് അല്ലേ റോസ്? കാരണം എനിക്കൊരു സങ്കടം തോന്നുന്നുണ്ട്. അതെ, അവർക്കാണ് നമ്മളെ പോലെ ഇത് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഷെറീറിന് ഇത് കിട്ടാൻ പോകുന്നത്? ജിമ്മിൽ വെച്ചിട്ട്. വിനിന്ന് ജിമ്മിൽ പോകുമ്പോൾ ഷെറീറിന് ചോറും മത്തി ഫ്രൈയും കൊടുക്കും, പ്രദൂന് നമ്മൾ പോകുമ്പോൾ കൊടുക്കും. ഞാനിന്ന് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം മെല്ലെ ജിമ്മൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും. ആണോ? നീ ഇവിടെ ബേസിക് ഫിറ്റിലാണോ പോണേ? ടൈമിംഗ് ആണല്ലോ ശുണ്ടു പങ്കിടുണ്ടേ. എണീറ്റ ശുണ്ടു പങ്കിടൂ. നമുക്ക് താഴെ പോവാം. കിച്ചൺ ക്ലീൻ ചെയ്യണ്ടേ? നമുക്ക് താഴെ പോവാം. ഒന്ന് ചീടിക്കടോ, സൗകര്യമില്ല. താഴെ പോവാം നമുക്ക്. ഇവിടെ പിള്ളേരുള്ളപ്പോൾ നമ്മൾ ഡബിൾ അറ്റൻഷൻ പേ ചെയ്തിട്ടാണ് ഇവിടെ താഴെ കിടത്താറ് കേട്ടോ. കാരണം അവർക്കൊക്കെ ഒരു ചെറിയ ആളെ കൈ കിട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ സ്നേഹക്കൂടുതൽ കാരണം കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ കുറച്ച് സ്ട്രോങ് ആയ യുവിക്ക് കുറച്ച് വേദനിക്കുമല്ലോ. അതുകൊണ്ട് ഞാനും റോസും സ്റ്റീവ് ഉള്ളതുകൊണ്ട് ഡബിൾ അറ്റൻഷനായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ചു നേരം അവൻ മുകളിൽ പോയിട്ട് വിനിയുടെ ഒപ്പം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കുറച്ച് നേരം താഴെ കിടത്തിയത്. ഇത് പ്രദൂനും അതേപോലെ ഷെറീറിനും ഉള്ള നമ്മുടെ ചെമ്മീൻ പൊടിച്ചോറ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, 2 ചോറ്റുപാത്രത്തിൽ. അപ്പോൾ വൈകുന്നേരം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുന്നേ ചോറ്റുപാത്രത്തിനോടും ഈ ചോറ്റുപാത്രം തന്നെ അല്ലേ എല്ലായിടത്തും പറയാം, ചോറ്റുപാത്രം. എനിക്കാണ് നമ്മുടെ മലപ്പുറത്ത് ചോറ്റുപാത്രം എന്നാണ് പറയുക. അപ്പോൾ ചോറ്റുപാത്രത്തിനോടും അതേപോലെ ഇലയിനോടും ഒന്നും വലിയ താല്പര്യം മുന്നേ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഭയങ്കര ആരാധനയാണ് കേട്ടോ. ഇതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളതിന് ശേഷം ചെറുതായിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. സ്റ്റീവിന് സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരിക്കുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രോബെറിയിൽ ഇങ്ങനെ ക്രീം വെച്ചിട്ട് കഴിക്കുക കേട്ടോ. ക്രീമിന് ഡച്ചിൽ സ്ലാഹ് റൂം എന്നാട്ടോ പറയുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി നോക്കൂ, കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ. എന്താ സ്റ്റീവ് ഉണ്ടാക്കുന്നത്? ചായ ഉണ്ടാക്കുകയാണോ? സ്റ്റീവും അമ്മയ്ക്കും ഐഷുവിനും വിഷുവിനും കൂടെ ചായ ഉണ്ടാക്കുക അല്ലേ? യുവി എൻ്റെ മൈൻഡിലുള്ള എൻ്റെ കാലിലുള്ളതുകൊണ്ട് ഞാൻ എണീക്കാൻ പറ്റുന്നത് സ്റ്റക്കാണ് കുറച്ച്. Who is there, Steve? Vishu. When I came in the morning, you were not here. വന്നോളാം ചോദിച്ചു. മിഷു ഇല്ലേന്ന്. ആണോ? എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. അമ്മ വിളിക്കപ്പെട്ട് ഇറങ്ങി പോവാ. അങ്ങനെയാണ് നിന്റെ ജീവിതം കോഞ്ഞാട്ടയോ. എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് പോയിക്കോളൂ. അയ്യോ, ആ കാർ സീറ്റിന്റെ അകത്ത് കുത്തി കൊള്ളിക്കുക സ്വയം. യുവി ഇപ്പോഴായിരിക്കുമല്ലോ ചെറുതായിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളോടും അത്ഭുതമാണ് കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കുന്നത് കാണാം. രാത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തു പോയി കഴിക്കാമെന്ന്. എനിക്ക് റോസിനും വയറ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് വിനിക്കും വിഷ്ണുവിനും വേണ്ടിയാണ് നമ്മൾ പുറത്ത് പോകണേ. ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകണേ. ഞാനും റോസും കൂടെ പോയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. നമ്മൾ രണ്ടുപേരും ഒരു ബ്രെഡും ബട്ടറും മാത്രമാണ് കേട്ടോ കഴിച്ചത്. സ്റ്റേക്ക് നമ്മൾ മീഡിയം റയറാണ് കഴിക്കേണ്ടതെന്നാണ് ഞങ്ങൾ മുന്നേ പോയ ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞത്. കലിപ്പായിരുന്നോ? കുറച്ച് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ സ്റ്റീവിൻ്റെ പിസേന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് കൈയിട്ട് വാരിയായിരുന്നു കേട്ടോ. അതോടുകൂടെ നമ്മൾ ഡിന്നർ അവസാനിപ്പിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ നേരം കുറേ വർത്തമാനം പറഞ്ഞ് കുറേ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ദിവസമാണല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീർന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഡെസേർട്ടും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങി. നല്ല ഡീസൻറ്റ് ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. ആ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. സെറ്റിംഗ്സ് ഇല്ല. അപ്പൊ ടാറ്റ, ബൈ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റ.